നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗം നടത്തിയാലും നിങ്ങൾ പറഞ്ഞ ശബ്ദങ്ങള് ഈ വാനിൽ ഇങ്ങനെ വിണ്ണിലും വാനിലും പാറിപ്പറന്ന് നടക്കുമെന്നാണ് ഈ പറയുന്ന നൗഷാദ് ഹസനോട് പറയാനുള്ളത്. അതുകൊണ്ട് സത്യം 2013 ബാക്കി കൂടി വെക്ക്. നല്ല നല്ല പോയിന്റുകൾ ഇയാൾ പറയുന്നുണ്ട് നൗഷാദ് ഹസനി. അതെല്ലാവരും കേട്ടോളൂ, ആ പോയിന്റ് കുറിച്ചു വെച്ചോളൂ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം. അതിന്റെ പുറമെ കൊന്നോസ്താവിന്റെ നിലപാടും അതേപോലെ കൊൽക്കുനികൾക്കെല്ലാം ബോധ്യപ്പെട്ട പേരവസ്ഥാനും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ദിശാന്റെ അനുഭവങ്ങൾ അത്ര ഗൗരവത്തോടെ ഞാൻ കേട്ടപ്പോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറയുന്നു. അത് ശരി. അല്ല മൂപ്പർക്ക് നിങ്ങളൊരു വിശ്വാസത്വം വന്നില്ല. അതാദ്യം ഞാൻ നോക്കട്ടെ. കാരണം എല്ലാവരും നിങ്ങളെ സംശയത്തിന്റെ മുഴുവനില കാണുന്നത്. മൂപ്പരും ഞാൻ 100% വിശ്വസിച്ചിട്ടുണ്ട്. ഇന്നലത്തെ സംസാരിച്ചു ഞാൻ അങ്ങനെ മനസ്സിൽ പെടുമെന്നെ സംസാരിച്ചു. അത് ശരി. അല്ല നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. അതായത് അങ്ങനെ ചോദിച്ചില്ല, ഞാൻ ദിശാനോട് വിഷയങ്ങളൊക്കെ ചോദിച്ചു. അതിന്റെ പുറമെ കൊന്നോസ്താവിന്റെ നിലപാടും അതേപോലെ കൊൽക്കുനികൾക്കെല്ലാം ബോധ്യപ്പെട്ട പേരവസ്ഥാനും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ദിശാന്റെ അനുഭവങ്ങൾ അത്ര ഗൗരവത്തോടെ ഞാൻ കേട്ടപ്പോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറയുന്നു. അത് ശരി. അല്ല മൂപ്പർക്ക് നിങ്ങളൊരു വിശ്വാസത്വം വന്നില്ല. അതാദ്യം ഞാൻ നോക്കട്ടെ. കാരണം എല്ലാവരും നിങ്ങളെ സംശയത്തിന്റെ മുഴുവനില കാണുന്നത്. മൂപ്പരും ഞാൻ 100% വിശ്വസിച്ചിട്ടുണ്ട്. ഇന്നലത്തെ സംസാരിച്ചു ഞാൻ അങ്ങനെ മനസ്സിൽ പെടുമെന്നെ സംസാരിച്ചു. അത് ശരി. അല്ല നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇനിയിപ്പോ പിന്നെ ഉസ്താദിങ്ങളെ വിളിച്ചു പറയാണ്, പിന്നെ അസനി നിങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാണ്. അതുകൊണ്ട് നിങ്ങൾ പഴയതുപോലെ ഈ വിഷയത്തിൽ 1-2 പിന്നെ പരിപാടികൾ നടത്തി എന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? അതെന്തായാലും അറിയില്ലാന്നുള്ള ഉറപ്പായി എന്നോട്. അല്ല അഥവാ നമ്മളൊരു പിന്നെ ഫിഖ്ഹിന്റെ മസല ചർച്ച ചെയ്യുന്നത് പോലെ എല്ലാ സാധ്യതകളും നമുക്ക് കാണല്ലോ. അങ്ങനെ വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായി ഒരുപക്ഷെ പറഞ്ഞാലും പറയില്ല, നമ്മൾ പറയില്ല അങ്ങനെ വെക്കുക. പക്ഷെ നമ്മള് ഫിഖ്ഹിൽ ചർച്ച ഉണ്ടല്ലോ, പിന്നെ ഈ ഫർജി പിന്നെ പൊടി പിന്നെ ഉസ്താദിങ്ങളെ വിളിച്ചു പറയാണ്, പിന്നെ അസനി നിങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാണ്. അതുകൊണ്ട് നിങ്ങൾ പഴയതുപോലെ ഈ വിഷയത്തിൽ 1-2 പിന്നെ പരിപാടികൾ നടത്തി എന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? അതെന്തായാലും അറിയില്ലാന്നുള്ള ഉറപ്പായി എന്നോട്. അല്ല അഥവാ നമ്മളൊരു പിന്നെ ഫിഖ്ഹിന്റെ മസല ചർച്ച ചെയ്യുന്നത് പോലെ എല്ലാ സാധ്യതകളും നമുക്ക് കാണല്ലോ. അങ്ങനെ വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായി ഒരുപക്ഷെ പറഞ്ഞാലും പറയില്ല, നമ്മൾ പറയില്ല അങ്ങനെ വെക്കുക. പക്ഷെ നമ്മള് ഫിഖ്ഹിൽ ചർച്ച ഉണ്ടല്ലോ, പിന്നെ ഈ ഫർജി പിന്നെ പൊടിച്ച് പിന്നെ കഷ്ണാക്കി അത് ഉണക്കി തൊട്ടാലും ഉള്ളൂടിയൊന്നല്ലല്ലോ. അത് തൽക്കാലം ഞാൻ ഏൽപ്പിക്കാനോട് അങ്ങോട്ടൊരു ഉപദേശം ഉണ്ടാവും. ചെറിയ വിഷയത്തിലൊക്കെ ഞാൻ നടത്താറുണ്ട്. അതെന്ത് ഉപദേശം? അല്ല അങ്ങനെ ഉസ്താദിനോട് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് പറയും, അത് നമ്മൾ പറയും അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഉസ്താദ്, ഇന്ത്യത്തിലാക്കുക. ആ ഉസ്താദ് സമ്മതിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞ പോലെ നമ്മൾ പറയും നമ്മുടെ ആ പഴയ നിലപാടുന്ന ഉസ്താദ് നല്ലത്. കാരണം ഇത് നമ്മൾ പറഞ്ഞാൽ പിന്നെ അവർ മറുപടി പറയും, പിന്നെയും മറുപടി പറയും. ഇപ്പൊ പ്രഭാഷകർ ഇവരെല്ലാം മീറ്റിംഗ് വീണ്ടും വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഒന്നുകൂടി പറയാൻ തന്നെയാണ്. എല്ലാ മീറ്റിംഗ് എടുക്കേണ്ട കാര്യമില്ല. അല്ല വീണ്ടും വിളിച്ചിട്ടുണ്ടോ? പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. 26-ാം തീയതി സ്റ്റേറ്റ് കമ്മിറ്റിന്ന് വിളിച്ചിട്ടുണ്ട്. എല്ലാ എഴുത്തുകാരും പ്രഭാഷകരും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അത് ശരി. അങ്ങനെ ഏത് സംബന്ധമായ വിഷയമായിരിക്കും ഇത് കഴിഞ്ഞാല്? അപ്പോൾ ചിലപ്പോൾ വന്നിട്ടില്ല. അതേപോലെ തന്നെ നമ്മളെ ഞങ്ങളുടെ ശൈലിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വേണമെന്നുള്ള അഭിപ്രായം കണ്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാവും. ശരി. അങ്ങനെ പ്രസംഗം അതേപോലെ ഈ വിഷയത്തിലൊക്കെ അതേപോലെ സ്ട്രോങ് ആണോ വേണ്ട ശൈലി മാറ്റത്തിലൊക്കെ ചർച്ചയാണ് ഇപ്പൊ. പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. പിന്നെ എന്നിട്ട് പിന്നെ കൊളത്തൂരിനെ ഒരു ചർച്ച ചെയ്യണം അങ്ങനത്തെ പറഞ്ഞോ മൂപ്പര് വേലകളോ? അതാണല്ലോ കൊളത്തൂരിന്റെ അടുത്തൊക്കെ ആദ്യം പോയിട്ട് പിന്നെ വെള്ളസ്ഥാന്റെ അടുത്ത് പോകാൻ നമ്മൾ പറഞ്ഞു. പക്ഷെ
ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഉസ്താദ് എന്നിടുന്ന ഉസ്താദിന്റെ വീട്ടിൽ എവിടെ പോവാം. കാരണം കൊച്ചു ഉസ്താദിനോട് ചർച്ച ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതിനെ ചെയ്യും. മൂപ്പരാട് തന്നെ വെട്ടിമാറ്റും. അങ്ങനെ ചില വെൽമോസ്താന്റെ അടുത്ത് വേണ്ട മരണം പോകും. വേണ്ട സുഖമില്ല. ആവശ്യമാണ്. കാരണം കൊച്ചു ഉസ്താദിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ പോകാൻ പാടില്ല, വേറെ എവിടെ പോകാനായിട്ട്. പിന്നെ അപ്പൊ ഏലംകുളി ഞാൻ നേരെ ഏലംകുളിന്ന് പിന്നെ എന്താക്കാൻ ഇത് പിന്നെ പരിഹരിക്കാനുള്ള എന്താ നിർദ്ദേശം വെച്ചു ഞങ്ങളോട്? അത് നമുക്ക് എല്ലാ വിലമായും നമുക്ക് എന്ത് ചെയ്യാം, ആളുകളോട് പിന്നെ നമ്മുടെ ഉലമാവിന്, അതായത് സമസ്ത വിഷയവരയില് എല്ലാ ആളുകളും എടുത്ത് നമ്മൾ പോയിട്ട് ഈ വിഷയം ആദ്യം പറയാം, എന്നിട്ട് അവർ കൂട്ടായിട്ട് തീരുമാനം എടുക്കട്ടെ. അതല്ലേ പോയിട്ട് പറയാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പോയിട്ട് 40 ആളെല്ലാം വ്യത്യസ്ത വെച്ചിട്ട് 39 ആളെത്തും പോയിട്ട് പറയാന്ന് പറഞ്ഞാല് ഇപ്പൊ നടക്കുന്നൊരു കാര്യമായി. അങ്ങനെ പോയല്ല, നമ്മൾക്ക് പ്രധാനപ്പെട്ട ആളുകൾ എന്താണ് ഇങ്ങനത്തെ സുഖമായി വന്ന് അപ്പൊ നമ്മളൊന്നും കാണുമ്പോ ഒരു സൊല്യൂഷൻ ചർച്ച ചെയ്യണം. അല്ല വേറെ ആരുമില്ലാതെ നിങ്ങൾ മേലംകുളം പോയിട്ട് സുലൈമാൻ ഉസ്താദിനോട് ഈ വിഷയം പറഞ്ഞാല് സുലൈമാൻ ഉസ്താദിന് ഈ വിഷയം ബോധ്യപ്പെടും, ഇത് ബാത്തിലാണെന്നല്ല ബോധ്യപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അവിടെ ഒറ്റ മതി, ഒരു ചെറിയ പ്രശ്നം ബോധ്യപ്പെടും. നമ്മളിത് പറഞ്ഞ ഉടനെ ഉസ്താദ് ചോദിക്കും, ചെന്ന ഉസ്താദ് ഇത് ബോധ്യപ്പെട്ടതാണ്, ഉസ്താദ് പറയാറുണ്ട്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ബോധ്യപ്പെടുന്നില്ല. ഉസ്താദ് അപ്പൊ തന്നെ ഫോണെടുക്കും, വിളിക്കും, ഈ കുട്ടികൾ ഈ പറയുന്നത് ശരിയെന്നാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഉസ്താദ് അതിനെ എതിർക്കാതെ മതി, ഓട് പറയുന്നത് അങ്ങനെ തന്നെയാണെന്നുള്ള ഒരു സൂചന നൽകിയാൽ ഇന്നതെല്ലാം ചോദിക്കും. അല്ല അതിനൊരു കാര്യം ആദ്യം നിങ്ങളും പൊന്മുള സ്ഥലം തമ്മിലൊരു ധാരണയിലെത്തണ്ടേ? അതാ ഞാൻ പറയുന്നത്. അതായത് ഇത്ര മതി, നമ്മുടെ പണ്ഡിതന്മാര് അവര് നേരെ കാണുമ്പോ അങ്ങനെ അച്ഛനും ഒരു വിഷയം പറഞ്ഞിരുന്നു, അതങ്ങനെ തന്നെയാണെന്ന് വെച്ചാല് അത് ഓരോ എതിർക്കണ്ട, അത് ഓരോ പറഞ്ഞ നമ്മൾ ഓരോ തള്ളിക്കളയണ്ട എന്ന് ചെറിയ സപ്പോർട്ട് അങ്ങനെ ഉസ്താദ് നൽകി കഴിഞ്ഞാല് ചെന്ന ഉസ്താദ് പറഞ്ഞു എങ്കിൽ അതിനെ അങ്ങനെ തന്നെ ഇത്തരം തെളിവുകൾ നമ്മൾ സമർപ്പിക്കുക കൂടി ചെയ്യുമ്പോ സുലൈമാൻ ഉസ്താദ്, അതുപോലെ മഞ്ഞപ്പറ്റ, അതേപോലെ നമ്മളെ താനാളൂർ അബ്ദുൽ, കോട്ടൂർ ഉസ്താദ്, ഇവരെല്ലാം ചെയ്യും. ചെന്ന ഉസ്താദിന്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് നമ്മളെ പറയുകയും കൂടി ചെയ്താല് ഏകദേശമൊക്കെ അംഗീകരിക്കും. പിന്നെ പക്ഷെ ഇപ്പൊ ഉള്ള പ്രത്യേകമായ സാഹചര്യത്തിൽ പൊന്മുള ഉസ്താദ് ഈ ഒരു നിലപാടിലേക്ക് വരുമെന്നുള്ള എനിക്ക് നല്ല ആശങ്കയുണ്ട്. അത് അവിടെയാണ് ഇപ്പൊ നമ്മളെ ആശങ്കയുള്ളത്. ചെന്ന ഉസ്താദ് സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊക്കെ ഉള്ളതിലാവും. അതെ. പിന്നെ ഏതെങ്കിലും ഞാൻ അറിയിക്കാതിന്റെ നാളിന് ഓരോരുത്ത് എന്തായാലും മുഴുത്തവരാവില്ല. അതാ ചെറുപ്പക്കാര് ഒരു ആവേശം കൊണ്ടിട്ടാരും പറഞ്ഞതാണെന്ന് മനസ്സിലാവും. ഉസ്താദുമാരിൽ ആരെങ്കിലും ആവശ്യത്തിന് പോലും. അല്ല എനിക്ക് തോന്നുന്നു പിന്നെ പൊന്മുള ഉസ്താദ് നിങ്ങൾ കാണുന്ന സമയത്ത് ചർച്ച, അതായത് പൊന്മുള ഉസ്താദിന് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുകയോ അത്തരത്തിലേക്ക് സംസാരം പോകുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളടക്കമുള്ള ഒരുപാട് പുതുതായ ആളുകൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ധാരണ എത്തിയിട്ടുണ്ട് ഉസ്താദെ. അതായത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ? അതെ 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 ഉസ്താദിന്റെ മനസ്സ് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ്. അതെ 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 ഉസ്താദിനോട് നിങ്ങളൊക്കെ ഈ വിഷയത്തിൽ തൗബ മനസ്സ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ സമർത്ഥിച്ചതിന്റെ ശേഷം, അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് പൊന്മുള ഉസ്താദിനോട് വെച്ചിട്ട് ഈ വിഷയം പിന്നെ അത് ബാത്തിലല്ലേ എന്ന് വെച്ചാൽ പിന്നെ ഉസ്താദ് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ എനിക്ക് ആ വിഷയത്തിൽ എനിക്ക് ഉള്ളതുണ്ട്. അതറിയില്ല, അതെന്തായാലും പറയാനില്ലല്ലോ. അതിപ്പോ നിങ്ങളെ അമ്മോസം ചോദിച്ചില്ല, അതേപോലെ ഉസ്താദ് പറയും. അതാ പറയുന്നത് എല്ലാ. എന്നിട്ട് ഓർപ്പ് പറയുന്ന വെച്ചാൽ നമ്മളെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാര് പിന്നെ ചോദിച്ചിട്ടാണ് പൊന്മുള ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ പൊന്മുള ഉസ്താദിന്
ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെ ഉണ്ടല്ലോ, എത്ര പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരായാലും ഞാൻ തന്നെ ഇപ്പൊ പേരോട് ഉസ്താദിനോട് വിളിച്ചു വെച്ച ഉസ്താദ് പറയോ അതെല്ലാം അല്ലല്ലോ. പറയില്ല, ഒരിക്കലും പറയില്ല. എന്ത് പറയേ ഉള്ളൂ, അല്ലാതെ ഏതായാലും ഇൻഷാ അല്ലാ അത് സംഘടനാപരമായ അല്ല ഞാൻ പറയുന്നത് അത് മനസ്സിലായി, സംഘടനാപരമായ ദൗർബല്യം ഉണ്ടാവും അറിയാം. ഞാനിപ്പോ പറഞ്ഞു വെച്ചാല് സെപ്റ്റംബർ ഓഗസ്റ്റ് 22 കല്യാണം കഴിയും ഇൻഷാ അല്ലാ. സെപ്റ്റംബർ 1 മുതൽ ഒരാഴ്ച എനിക്ക് ഡേറ്റ് തരണേ. നമുക്ക് ഒന്ന് കുറ്റ്യാടിയും പോണം. അതായത് ഇൻഷാ അല്ലാ ഈ സെപ്റ്റംബറോടുകൂടി നമുക്ക് ഏതെങ്കിലും ഈ വിഷയത്തിൽ ഏതെങ്കിലും പിന്നെ വക്തിലെത്തിക്കണം. ഇവരൊക്കെ പോയിട്ട് നേരിട്ട് നിലമ്പൂരിൽ പ്രത്യേക സാഹചര്യം കിട്ടുമല്ലോ. അല്ല മൂപ്പര് നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കുമോ? മൂപ്പരോട് ഇതിന്റെ പിന്നെ ഭവിഷ്യത്തുകളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരോടല്ലേ? അല്ല മൂപ്പര് അതിനൊക്കെ ത്യാഗസന്നദ്ധനാണോ? നിങ്ങളിപ്പോ പ്രഖ്യാപിച്ച പോലെ എല്ലാ പ്രഖ്യാപനം മൂപ്പര് നടത്തിയില്ല അല്ലെങ്കിൽ അങ്ങനെ നടത്തിയില്ല. മൂപ്പര് പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങളെ ഉലമാക്കളോടൊക്കെ പറയും നമ്മളെ ദൈവത്തെ മുടങ്ങിടത്തിന് മൂപ്പര് പറയണം. നമുക്ക് പിന്നെ ദൈവത്തെ മുടങ്ങിയെടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവത്തെ മുടങ്ങിയാല് ഈ ദൈവത്തെ എല്ലാരെന്താ എന്തെങ്കിലും പറയാനുള്ള അവസരം ഉണ്ടാക്കുക, എന്തായാലും രാഷ്ട്രീയ പാർട്ടിക്ക് പഠിപ്പിക്കാൻ പറയാം. ദൈവത്തെ അറിയാൻ നമ്മൾ ഏതിപ്പത്തെ സത്യം പറയലല്ലോ. ഇല്ല അല്ല ഞാൻ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവരുന്നാരും തരാത്തന്നെ ചെയ്യുന്നത്. അതിലാണ് പിന്നെയും പേടിച്ചാണ് ദൈവത്തെ അങ്ങോട്ട് ഇങ്ങോട്ട്. നമ്മൾ പിന്നെ ഒരിക്കലും നീതി ആ പരിചയം എനിക്ക് അത്തപ്പെടുന്നുണ്ടല്ലോ, അത് ചോദിക്കുന്നുണ്ട്. നിർത്തിവെക്കണം മൊത്തം കഴിഞ്ഞിട്ട് അതിന്റെ ശേഷം പിന്നെ എല്ലാം പിന്നെ ഏതെങ്കിലും ഞാൻ മൂപ്പരോട് ഈ വിഷയം ആരും പറഞ്ഞു നിങ്ങളോട് എന്നിട്ട് അല്ല ഏലംകുളം ഞാൻ ഈ വിഷയം മൂപ്പരോട് ആദ്യം പറഞ്ഞെന്നുള്ള ഇങ്ങോട്ട് പറഞ്ഞോ? അത് പറഞ്ഞു, നിങ്ങൾ നേരത്തെ അറിയും. പിന്നെ ഏകദേശക്കാർക്ക് ഞാൻ എല്ലാ വിഷയം പങ്കുവച്ചിട്ടുണ്ട്. നസീറൊക്കെ നിങ്ങളെ മൂപ്പരെ വിളിച്ചിരുന്നു. നിങ്ങൾ പിന്നെ വിഷയങ്ങളൊക്കെ നേരെ പറഞ്ഞു. അല്ല നിങ്ങളെ സംസാരത്തിൽ മൂപ്പർക്ക് ശക്കുണ്ടെന്നോ അല്ലെങ്കിൽ യക്കീനുണ്ടെന്നോ എങ്ങനെ തോന്നിയേ? മൂപ്പർക്ക് യക്കീനുണ്ട്, കുറവൊന്നുമില്ല. 100%. അത് ശരി. എന്നാ പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളെ ഉണർത്തുന്നതിന് മുന്നേ മൂപ്പരല്ലേ നിങ്ങളെ ഉണർത്തേണ്ടത്. അതൊക്കെ ഞാൻ ചോദിച്ചതാ. അതൊന്ന് നമ്മളോട് ഉണർത്താനൊക്കെ പേടിയാണ് അത്ര. എന്നാ പിന്നെ എനിക്കൊരു അവാർഡ് തരണല്ലോ നിങ്ങളും കൂടി. അതെന്താ എന്തായാലും കാരണം വെച്ചാല് അതൊരു സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കി നോക്കി തന്നെ വിഷയം ഓർമ്മപ്പെടുത്താനും ചിന്തിച്ചു നോക്കി. ആ യൂട്യൂബിലൊക്കെ കാര്യം പ്രസംഗം കേട്ടതിന് ശേഷം അല്ല സത്യം പറഞ്ഞാല് പിന്നെ നമ്മളന്ന് പറഞ്ഞാലേ തോട്ടുമുഖത്തിന്റെ ഈ ഒരു പ്രസംഗമാണ് ഇപ്പോ ആകെ സംഗതി മാറ്റി മറിച്ചല്ലേ. തോട്ടുമുഖത്തിനുമാണ് ഒരു അവാർഡ് കൊടുക്കാതെ. കാരണം നിങ്ങള് ഫസ്റ്റില്ലേ, അതായത് ഞാന് പിന്നെ മഞ്ചാടി ആദ്യമായിട്ട് പിന്നെ ജി ടോക്കിൽ സംസാരിക്കുന്ന സമയത്താണ് ഈ വിഷയത്തിൽ നിങ്ങളെ ഫസ്റ്റ് കോൾ എനിക്ക് വരുന്നത്. നിങ്ങൾ വിളിച്ചല്ലോ അന്ന് രാത്രി ആട്ടോ. അപ്പൊ നിങ്ങളിത് ചോദിക്കാനാണ് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ വിളിച്ചാട് എല്ലാ ദിശാനും പുതിയ എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടോ, സംവാദം ഉണ്ട്. അന്നേരം എനിക്കറിയാം ഇത് സംവാദ വ്യവസ്ഥ ഒന്ന് ചോദിക്കാനെല്ലാം എനിക്ക് അതേ ഉറപ്പാ. മൊത്തത്തിൽ ചർച്ച ചെയ്താണ്. അപ്പോ ഞാൻ സത്യത്തിൽ പറഞ്ഞ കേട്ടിട്ട് വിശ്വാസം വരാത്തത് അത് പിടിപ്പിച്ച കുട്ടിനെ കൊടുത്തിട്ടാണ് കേട്ടിട്ട് അങ്ങനെ വിളിച്ചു. ശരി അങ്ങനെ. അല്ല പിന്നെ ആകെ അനുഗ്രഹം വെച്ചാൽ തോട്ടുമുഖം പൊതുവേ കളവറിയുന്ന ആളാന്നുള്ള ഒരു ധാരണ ആളുകൾക്കുള്ളതുകൊണ്ട് ഇത് ആളുകളുടെ ഇടയിൽ അത്ര ക്ലിക്കായില്ലെങ്കിലും തോട്ടുമുക്കം ഒറ്റത്തര വരാറുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് പുറത്താണ്, അതർക്കുന്നില്ല. അല്ല ഞാനാകെ ആശങ്കയില്ല. നിങ്ങൾ വിളിച്ചപാട് ഞാനാകെ ആശങ്കയില്ല. കാരണം നിങ്ങൾ വിചാരം എന്റെ അടുത്ത് പോയിട്ട് ഇനി മുടി ഉണ്ടാകുന്നോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എന്താ പറയണ്ടെന്നുള്ള എനിക്ക് ആകെ ആശങ്കയില്ലായിരുന്നു ഞാൻ. ഏതായാലും അത് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചാലിപ്പുള്ള ചുമതി പറയാതിരിക്കോ എന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞത് ഒരു
ഫേസ്ബുക്കും ഇവർ ഈ എക്സ്ട്രീമിസ്റ്റിന് പൊതുവെ ഏപ്പിസ്ഥാവിന് നേരിട്ട് തെറി പറയാനാണ് ഭയങ്കര ഇഷ്ടം. ഇത്ര ഈ തോത്തിലും പോലത്തെ പെട്ടന്മാർക്ക് ഇങ്ങനത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നു. അതെ 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 അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉസ്താദിലേക്ക് തെറി പറഞ്ഞ് എങ്ങനെ പോകണം? അതിന്റെ ബന്ധത്തിലാണ് അവർക്ക് എന്ത് ചെയ്യാ കൂടുതൽ എല്ലാവരും കൂടി ഇതറിയാം. എല്ലാ എന്തെങ്കിലും ലേറ്റസ്റ്റ് ന്യൂസിന്റെ ഉണ്ടോ തോട്ടിന്റെ മുമ്പിൽ എന്തെങ്കിലും മുണ്ടും ഇന്നത്തെ യൂത്തിരിപ്പാട് ശ്രദ്ധിച്ചതിലാണ്. പിന്നെ ഏതൊരു പറയുന്ന വീഡിയോന്റെ എത്തുണ്ട് എന്റെ മീറ്റിംഗിൽ പറയുന്നു. അല്ല മൂപ്പര് പുതിയ പ്രസംഗം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ മുമ്പ് തന്നെയാ? അത് ഇത് ഏറ്റവും ലേറ്റസ്റ്റാണ്. അതായത് എങ്ങനെ നേരിട്ട് പറയുന്നത് ഇതര ഭാഷകളാണ്. എങ്ങനെ തിരുക്കാതിരുമിച്ചുകാരും എന്റെ വിദ്യാർത്ഥികൾക്ക് വലിയ ഉദ്ദേശത്തിൽ ഈ തിരുവേശത്തിന്റെ പിന്നാലെ പോകേണ്ടതാണ്. അതിന്റെ കഥയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്താണ് പറയുന്നതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അത് ശരി. എന്നാ പിന്നെ പുറത്ത് വിടണോ മൂപ്പർക്ക്? എളുപ്പമാവുമല്ലോ. അതാ തന്നെ പറയാനുള്ളത്. വേഗം പുറത്ത് വിട്ടെ. അതിന് കൂടുതൽ നമുക്കതിന് പിന്തുണ ചോദിച്ചോ. അല്ല അപ്പൊ നിങ്ങൾക്ക് മജീദ് അടുത്ത് ബന്ധമുണ്ടോ? നിങ്ങൾക്ക് മജീദ് മൈലേറ്റ് അടുത്ത ബന്ധമുണ്ടോ നോക്കിയാ? ഞാൻ എത്രയും സാന്നിധ്യം എന്റെ കിതാബിന്റെ മാത്രമേ കുറവുണ്ടല്ലോ. അത് ശരി. അല്ല നിങ്ങളിപ്പം പറയുന്നത് രണ്ട് പുതിയ ഇൽമ കിട്ടി. ഏലംകുളം മൂപ്പര് ഡിവിഷൻ സംസാരിച്ചെന്നുള്ള പുതിയ ഇൽമട്ടാ. അത് ഞാൻ അറിയില്ലായിരുന്നു. പറഞ്ഞു സാന്നിധ്യമുള്ള ഓരോ ആളുകളൊക്കെ. അത് ശരി. ഇത് പുറത്താവാനുള്ള കാരണം അവരെ ജഹാലത്താണ്. അതിന് നിങ്ങളുടെ അന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് സനദിന്റെ കഥ പുറത്താവാനുള്ള കാരണവും അവരുടെ ജഹാലത്തായിരുന്നു. അതായത് മലയമ്മനെ പുറത്താക്കുന്നതിനോട് കൂടിയാണ് ഈ സനദിന്റെ കഥകൾ മലയമ്മ പുറത്ത് ആളുകളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്നിട്ട് എങ്ങനെ നസീറവനിക്ക് 10,000 ചെയ്യാൻ കൊടുക്കാനൊക്കെ ചർച്ചയുണ്ടായിരുന്നു മർക്കത്തില്. അതുങ്ങൾ എങ്ങനെ പറഞ്ഞു? അല്ല ഞാൻ മൂപ്പരാണ് അസീരിയുടെ മർക്കസിൽ പോയ കഥകൾ ഇടാൻ പറ്റില്ല. ചുള്ളിക്കോട് പിന്നെ മൂപ്പരെ പുറത്ത് കെട്ടിയിട്ട് അതെല്ലാം പറഞ്ഞു. അതിന് മുമ്പ് മർക്കത്തിന് ഇവരെ വിളിച്ചിരുന്ന 10,000 വരണം സ്വീകരണം എന്ത് ഡക്കേറ്റ് കിട്ടാതെ മർക്കത്തിന്റെ പേരിനൊക്കെ ഇവരെ വിളിച്ച് പറഞ്ഞു. അപ്പൊ സത്യത്തിന് പേരിലുള്ള പേരും കാര്യം കേട്ടാണ് സ്ഥിരകരണത്തെ എങ്ങനെ വിളിച്ചു ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ പിന്നെ ലാസ്റ്റ് ഇപ്പൊ മിഞ്ഞാന്ന് പുസ്തകം കണ്ടപ്പം പിന്നെ പറഞ്ഞ പിന്നെ വാചകങ്ങൾ കേട്ടില്ലേ? പിന്നെ നസീറെ പിന്നെ ഇനിയൊരു തൊരീക്കിലാണ് ഞാനൊരു തൊരീക്കിലാണ്, പക്ഷെങ്കിൽ കൂടുവിട്ട് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു ചിരിച്ചോണ്ട്. അതന്നെ, അതായത് എന്തൊക്കെ ഭയപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് അതൊക്കെ. ഇല്ല അതുറപ്പാണല്ലോ, ഭയപ്പാടുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ പിന്നെ പരസ്യമായിട്ട് മൂപ്പരെ തള്ളാത്തെ. അതല്ല നസീറൊക്കെ സത്യത്തിൽ വേണ്ട എന്താ എനിക്ക് കണ്ടു കൊടുക്കല്ലോ പോലെ ആശയപ്രകാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെങ്കില് പിന്നെ നസീറൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടും സ്വീകരണം കൊടുക്കാനും പിന്നെ ജോലി കൊടുക്കാനൊക്കെ തയ്യാറാവുന്നതിന്റെ ചിന്താർഹമാണ്. അല്ല അത് ചിന്താർഹമാണ്. അതിന്റെ പുറമെ പിന്നെ അതിന്റെ പിന്നിൽ വേറൊരു കൂടി സ്വാഭാവികമായിട്ട് മൂപ്പര് അത് സ്വീകരിച്ചാലും ആ ഓഫർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പിന്നെ മൂപ്പരെ സംബന്ധിച്ച് മാനസികപരമായിട്ടൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. എന്നെ വിളിച്ചു, എനിക്ക് ജോലി ഓഫർ വന്നു, ഇനി ഞാൻ ഇതിനെ പുറത്ത് പറയാ എന്നുള്ള ഒരിതുണ്ടാവുമല്ലോ. അല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത്ര അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ട് മുഖം എങ്ങനെ ഈ ചുള്ളിക്കോടിനെല്ലാം കാണിക്കാൻ